ഗുഡ് ഗവേണൻസ്, സദ്ഭരണം. അപ്പോൾ എന്താ, നല്ല ഗവൺമെൻറ്റുകൾ തങ്ങളുടെ അധികാരവും നയങ്ങളും പ്ലാനുകളും ജനനന്മ ലക്ഷ്യമാക്കി രൂപീകരിക്കുന്നു. ജനങ്ങൾ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നു. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് മാത്രമേ ജനപിന്തുണ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗുഡ് ഗവേണൻസിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഈ കൗടില്യൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച നടപ്പാക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താ, ജനങ്ങളെ ഭരണത്തിൽ പങ്കെടുപ്പിക്കണം, തീരുമാനങ്ങൾക്ക് അടിസ്ഥാന നീതി ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, അഴിമതി വിമുക്തമായ ഒരു ഗവൺമെൻറ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഴിമതിയെ പറയാം, കറപ്ഷൻ. അപ്പോൾ കറപ്ഷന് അഴിമതി ലോകവ്യാപകമായ ഒരു പ്രതിഭാസമാണ് അല്ലേ. വ്യാപകമായി കൊണ്ടിരിക്കുന്ന അഴിമതി പല നടപടികളും സ്വീകരിക്കാവുന്നതാണ്. എന്താണ്, ദേശവ്യാപകമായി പൊതു താല്പര്യ കോടതികൾ സ്ഥാപിക്കുക. പിന്നെന്താ, നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുക. പിന്നെന്താ, ബ്യൂറോക്രസിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക. പിന്നെന്താണ്, രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുക. പിന്നെന്താ, അഴിമതിയിലൂടെ നേടിയ സ്വത്തുവകകൾ പിടിച്ചു കിട്ടുക. അതൊക്കെയാണ് പറയുന്നത്. പിന്നെന്താ, ജനപ്പെരുപ്പം, പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് പോപ്പുലേഷൻ കൂടുന്നത്. ജനസംഖ്യ വർധനവിൻ്റെ ഫലമായി തൊഴിലില്ലായ്മയും പാർപ്പിട ദൗർലഭ്യവും പരിസ്ഥിതി മലിനീകരണവും സംഭവിക്കുന്നു. വികസനങ്ങളൊന്നും തന്നെ ഫലവത്താകാതെ വരുന്നു. പിന്നെ അടുത്താണ് സാംസ്കാരിക ലഹളകൾ, കൾച്ചറൽ വയലൻസ്. പ്രശ്നബാധിത പ്രദേശത്ത് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ആരും തന്നെ തയ്യാറാവുകയില്ല. തീവ്രവാദം ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. തീവ്രവാദികളെ ബോധവൽക്കരണത്തിലൂടെയും മറ്റും സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഒരു രാജ്യത്തെ ക്രമസമാധാന നില തൃപ്തികരമാകണമെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പുരോഗമനപരമായ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയും. ക്രമസമാധാന നില തകരാറിലായ ഒരു രാജ്യത്ത് മൂലധനം മുടക്കാനായിട്ട് മറ്റൊരു രാജ്യമോ വ്യക്തിയോ തയ്യാറാവുകയില്ല. അപ്പോൾ ഈ ജനങ്ങളുടെ പങ്കാളിത്തം ഗവൺമെൻറ്റിൻ്റെ നല്ല ഭരണത്തിന് ഉപയോഗപ്രദമാകുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ നയതീരുമാനങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് വളരെ ആരോഗ്യകരമായ ഒരു പ്രവണതയാണ്. ഏതെങ്കിലും സാമൂഹ്യ സംഘടനയിലോ താല്പര്യ ഗ്രൂപ്പുകളിലോ രാഷ്ട്രീയ പാർട്ടികളിലോ അംഗമായാൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഇടപെടാൻ ഒരു വ്യക്തിക്ക് കഴിയും. പിന്നെന്താണ്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെയാണ് ഈ നല്ലൊരു ഗവൺമെൻറ്റിന് ഒരു പ്രധാന പങ്ക് വഹിക്കണമെന്ന് നോക്കാം. ആധുനിക വിവര സാങ്കേതിക വിദ്യകൾ ഗുഡ് ഗവേണൻസിനെ സഹായിക്കുന്നുണ്ട്. ഗവൺമെൻറ് നയങ്ങളെക്കുറിച്ചും വേഗം കമ്പ്യൂട്ടറിലൂടെ ജനങ്ങൾ അറിയുന്നു. ഇന്ന് പല ഗവൺമെൻറ് സേവനങ്ങളും വളരെ വേഗത്തിൽ കമ്പ്യൂട്ടറിലൂടെ ജനങ്ങളിലേക്ക് ലഭിക്കുന്നു. ഇതൊക്കെയാണ് സദ്ഭരണത്തിൽ പറയുന്നത്. ഓക്കെ.